അല്ല, ഗൂഢാലോചന തനിക്കെതിരെ നടന്നു എന്ന് ദിലീപും പറയുന്നില്ലേ? നിങ്ങളത് കേട്ടില്ലേ? നിങ്ങൾ ഒരു ചെവിയിലൂടെ കേൾക്കുന്ന ആളുകളാണ്. അതെ, അതുകൊണ്ട് അതുകൊണ്ട് അതാ പറഞ്ഞത്, മഞ്ജു വാര്യർ പറഞ്ഞതിൻ്റെ ഉത്തരം മഞ്ജു വാര്യർ പറയണം, ദിലീപ് പറഞ്ഞതിൻ്റെ ഉത്തരം അതിൻ്റെ മറുപടികൾ ഉണ്ടെങ്കിൽ അത് ദിലീപ് പറയണം. ഇതിൻ്റെ അകത്തൊരു കോൺസ്പിറസി എന്ന് പറയുന്നത് തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ കോടതിയുടെ വിധി ശ്രദ്ധിച്ച ആളുകളല്ലേ? കോൺസ്പിറസി തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതല്ലേ കോടതി പറയുന്നത്? അതിനേക്കാൾ വലിയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ? എനിക്കില്ല. ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അയാൾ വേട്ടയാടപ്പെട്ടു എന്നാണല്ലോ അയാളുടെ വികാരം. ഞാനിതിലൊരു കാഴ്ചക്കാരൻ മാത്രമാണ്, ഏതെങ്കിലും ഒരു പക്ഷത്തുള്ള ഒരാളല്ല. ദിലീപ് വേട്ടയാടപ്പെട്ടു എന്ന് അയാൾ കുറ്റവാളിയല്ല എന്ന് കോടതി പറയുമ്പോൾ അയാൾ കുറ്റവാളിയല്ലാതെ ശിക്ഷിക്കപ്പെട്ട ആളാണെന്നുള്ളൊരു വികാരം അയാൾക്കുണ്ടായാൽ അതിലെന്താ തെറ്റ്? അല്ല, എനിക്ക് തോന്നുന്നു, ഞാൻ പറഞ്ഞില്ലേ, കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നു എന്നല്ലേ ഞാൻ ആദ്യം പറഞ്ഞത്. അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ദിലീപിൻ്റെ ഇൻ്റർവ്യൂ ഞാൻ വായിച്ചിട്ടില്ല. അല്ല, അയാൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് അയാൾക്കെതിരെ പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ കോൺസ്പിറസി നടത്തിയെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് പോലീസ് ഉദ്യോഗസ്ഥർ കള്ളത്തെളിവുണ്ടാക്കിയ കേസുകൾ ഉണ്ടായിട്ടില്ലേ? അല്ല, ഞാൻ വിശ്വസിക്കുന്നതല്ല, ഞാൻ നിങ്ങളോട് തിരിച്ചു ചോദിക്കുക. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രത്തിൽ പോലീസ് സംവിധാനത്തിൻ്റെ വ്യവസ്ഥയിൽ ആളുകൾക്കെതിരെ കള്ളത്തെളിവ് പോലീസ് ഉണ്ടാക്കിയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഇതിൽ ഒരാൾക്ക് എനിക്കെതിരെ കള്ളത്തെളിവുണ്ടായി എന്ന്, അല്ലെങ്കിൽ എനിക്കെതിരെ തെളിവ് ഉണ്ടാക്കി എന്ന് തോന്നിയാൽ അത് അയാളുടെ അഭിപ്രായമാണ്. ഞാനത് പരിശോധിക്കേണ്ട ഒരാളല്ലല്ലോ.